ഹലോ ഗൈസ്, ഈ അന്താരാഷ്ട്ര കാര്യം ചർച്ച ചെയ്യുന്ന രണ്ട് ലോലഹൃദയങ്ങളിൽ ഒന്നെൻ്റെ മകനും ഒന്നെൻ്റെ ചേച്ചിയുമാണ്. പിന്നെ ഈ ലുക്കിലും ബുദ്ധിയിലും ഞാനാണ് ചേച്ചിയെന്ന് തോന്നുമെങ്കിലും പ്രായം കൊണ്ട് അവളാണ് കേട്ടോ മൂത്തത്. ഞങ്ങളിന്ന് ഈ ചാടിത്തുള്ളി പോകുന്നത് ഇന്ന് ചേച്ചിയുടെ വീട്ടിലേക്കാണ്. ഞങ്ങളെ കൂട്ടാനാട്ടോ അവർ വന്നേക്കുന്നത്. അതുമാത്രമല്ല, ഈ 7ാം ക്ലാസ്സിൽ വെച്ച് ഈ കലാതിലക പട്ടം ചേച്ചി ഉപേക്ഷിച്ചത്. അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാമെന്ന് വിചാരിച്ച് അവരുടെ വീടിൻ്റെ അമ്പലത്തിൽ നിന്ന് ചേച്ചിയുടെ ഒക്കെ തിരുവാതിര നടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് കാണാനാണ് പോകുന്നത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഐശ്വര്യം എന്ന് പറയട്ടെ ഇതൊക്കത്തെ മഴ. അങ്ങനെ ആ മഴയും കണ്ടത് ഞങ്ങൾ അകത്ത് ചെന്നപ്പോൾ കാശു ചെല്ലുന്നത് ഈ അക്കൂറത്തിൻ്റെ അടുത്ത് കേട്ടോ. അവൻ പറയുന്നത് അതിൽ കൂടെ പോകുന്ന മീൻ സിലോപ്പിയും അതിനെ ചൂണ്ടയിട്ട് പിടിച്ച് അവന് വറുത്ത് കൊടുക്കാനാട്ടോ പറയുന്നത്. കൊച്ചിനെ പണ്ട് കാര്യമില്ല, എനിക്കും അങ്ങനെയൊക്കെയാണ് തോന്നിയത്. പക്ഷെ ഞാൻ നേരെ പോയത് അടുക്കളയിലാട്ടോ. അടുക്കളയിൽ ചെന്ന് എനിക്ക് കിട്ടിയത് ഈ ചക്ക വറുത്തതാണ്. അങ്ങനെ ആ ചക്കവറുത്തയുടെ ഡപ്പയും പിടിച്ചുകൊണ്ട് ഞാനങ്ങ് തീറ്റ തുടങ്ങി കേട്ടോ. പിന്നെ നമുക്ക് എവിടെ ചെന്നാലും തീറ്റയാണല്ലോ മുഖ്യം പിക്കിലെന്ന് പറഞ്ഞ തീറ്റയിലാട്ടോ എൻ്റെ ഇരിപ്പ്. എൻ്റെ ചക്കവറുത്തത് ആരെങ്കിലും കൈയിട്ട് വരാൻ ഞാൻ സമ്മതിക്കാതെ അതും കെട്ടിപ്പിടിച്ചോണ്ടാട്ടോ ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ആർക്കും കൊടുക്കാതെ ഞാൻ തിന്നുന്നത് കൊണ്ട് എന്നോട് പിണങ്ങി രണ്ടാവന്മാരും കൂടെ പോയി കളിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ കാശുവിന് വേറെ ആരെയും വേണ്ട. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടേ, അവൻ്റെ പുറകെ ഓടണ്ടല്ലോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി. അപ്പോഴാണ് കണ്ണാടി കണ്ടത്. കണ്ണാടി കണ്ടാൽ നമ്മൾ പെണ്ണുങ്ങൾ ഒരു ചെറിയ പ്രഹസനം കാണിക്കുകയാണല്ലോ, അതാണല്ലോ ഇത്. അങ്ങനെ കുറച്ച് പ്രഹസനമൊക്കെ കാണിച്ചിട്ട് നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി കേട്ടോ. അവിടെ ചെന്നപ്പോഴും എനിക്ക് പറ്റിയ സാധനമെല്ലാം ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്പലത്തിനുള്ളിലേക്ക് നോക്കിയപ്പോഴാണ് ഒന്നല്ല രണ്ടല്ല 3 ഗജവീരന്മാർ. പിന്നെ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന് ഞാൻ ആനപ്രേമം കാരണം കുറച്ച് നേരം അതിനൊക്കെ നോക്കിയിരുന്നു കേട്ടോ. കൂടുതൽ അടുത്തേക്ക് പോയി എൻ്റെ ചവിട്ടോ തൊഴിയോ കിട്ടുമെന്ന് പിടിച്ച് പിന്നെ അവിടെ നിന്ന് എസ്കേപ്പായി. അപ്പോഴേക്കും ചേച്ചിയുടെയൊക്കെ തിരുവാതിര ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരെന്നെ നോക്കിയാലും ഞാൻ ആരുടെ മുഖത്ത് നോക്കി കളിക്കത്തില്ലെന്നുള്ള ഒറ്റ വാശിയിൽ ചേച്ചി കളിക്കുന്നുണ്ട് കേട്ടോ. സാരില്ല, പഴയ പവറൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ തിരുവാതിരകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. വീട്ടിൽ ചെന്നപ്പോഴാട്ടെ ആൻ്റെ കാശിക്കൊണ്ട് ഉച്ചയ്ക്ക് പറഞ്ഞ മീൻ ചൂണ്ടയിട്ട് പിടിച്ച് ഇവിടെ വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷം ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വേറെ ഇവിടെ നമുക്ക് ഇനിയും കാണാം.